ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് Oppo F19 Pro Plus 5Gയുടെ അൺബോക്സിംഗുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, തുറന്ന് നോക്കാം. ബോക്സിൻ്റെ ഉള്ളിലുള്ളത് വേറൊരു ചെറിയ ബോക്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കവറുണ്ട്, ഫോണിൻ്റെ ഒരു കവറ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്റ്റൽ കളറിലെ കവറാണ്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിക്ക് വരുന്നുണ്ട്. പിന്നുള്ളത് മാനുവലാണ്. പിന്നെ ഇതിൽ സിമ്മ് എജക്ടറാണുള്ളത്. ഇത്രയാണ് സാധനങ്ങൾ ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ Oppo F19 Pro Plus. വാവ്, അടിപൊളി ഡിസൈനാണ്, നല്ല കയ്യിലൊതുങ്ങിയ ടൈപ്പാണ്, നല്ല ഡിസൈനാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയുള്ളത് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചാർജർ കൊടുത്തിട്ടുള്ളത് 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ള C ടൈപ്പ് കേബിള്, പിന്നെ ഹെഡ്ഫോണ് കൊടുത്തിട്ടുണ്ട് കമ്പനി. സാധാരണ വലിയ ഫോണിനൊന്നും ഹെഡ്ഫോൺ വളരെ കുറവാണ്, എന്നാലും ഓപ്പോ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ബോക്സിലുള്ളത്. ഇത്രയാണ് നമ്മൾ ബോക്സിൽ ഫോൺ പുതിയത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് ഫോണ് ഒന്ന് ഓണാക്കി നോക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇനി നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. വാവ്, അടിപൊളിയാണ്, ഡിസൈൻ അടിപൊളി. വലത് ഭാഗത്ത് ഓൺ ഓഫ് ബട്ടൺ, നേരെ ഓപ്പോസിറ്റ് സൈഡ് വോളിയം അപ്പ് ഡൗണ്, പിന്നെ സിം സ്ലോട്ട്. നേരെ അടിഭാഗത്ത് വരുന്നത് സ്പീക്കർ ഗ്രില്ല്, C ടൈപ്പ് ചാർജർ, മൈക്ക്, 3.5 ഓഡിയോ സോക്കറ്റ്. മുകൾ ഭാഗത്ത് വരെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഭാഗത്ത് കാണുന്നത് 4 ക്യാമറകളാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലും, രണ്ടാമത്തെ വരുന്നത് വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലും, മൂന്നാമത്തെ മൈക്രോ ക്യാമറ 2 മെഗാ പിക്സൽ, മോണോ ക്യാമറ 2 മെഗാ പിക്സൽ. ഇങ്ങനെയാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ക്യാമറ 5 ഹോളിലാണ് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ AMO LED ആണ് ഡിസ്പ്ലേ വരുന്നത്. നല്ല അടിപൊളി പിക്ചർ ക്ലാരിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ സിം സ്ലോട്ടിൽ 2 സിമ്മും മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സിം 5G ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ സിംഗിൾ സിമ്മാണ് 5G എടുക്കുന്നത്. ഇത് ഡ്യുവൽ സിം 5G ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആണ്, അങ്ങനെ ലാഗിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല.
പ്രൊസസ്സർ വരുന്നത് 5G ജനറേഷൻപ്പെട്ട, അതായത് മീഡിയടെക്കിൻ്റെ 5G ജനറേഷനിൽപ്പെട്ട പ്രൊസസ്സറാണ് ഇത് വരുന്നത്. ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റായ കളർ വോയിസ് അതിൻ്റെ ന്യൂ വെർഷനാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഏറ്റവും പുതിയ വെർഷനായ 11 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ ക്ലാരിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. സൂപ്പർ AMO LED ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ നൽകിയിട്ടുള്ളത്. നല്ല മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ക്യാമറയിൽ ഒരുപാട് മോഡുകൾ നൽകിയിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും ബ്ലറായിട്ടും ഇങ്ങനത്തെ അനേകം ഫീച്ചേഴ്സുകൾ ക്യാമറ പുതിയ വെർഷനിൽ നൽകിയിട്ടുണ്ട്. നല്ല സ്ലിമ്മാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. ബാറ്ററിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ബാറ്ററി ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 4310 mAh ബാറ്ററിയാണ് ഇതിൽ കമ്പനി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജറാണ്, 50 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട് പറയാൻ പോകുന്നത് 5G ആണ്. ഡ്യുവൽ സിം 5G സപ്പോർട്ടിംഗ് ആണ് ഈ ഫോണിൽ വരുന്നത്. അതായത് 2 സിം ഇട്ടാലും നമുക്ക് 2 സിമ്മിലും 5G ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. 5G നെറ്റ്വർക്കിൽ നമുക്ക് 2 സിമ്മും ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. സാധാരണ ഫോണുകളിലൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പോൾ ഓപ്പോ ഇറക്കിയ F19 Pro Plusൽ 2 സിമ്മും ഒരുമിച്ച് യൂസ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് വരുന്നത് 8 GB റാമും 128 GB ഇൻറ്റൽ മെമ്മറിയിലാണ് വരുന്നത്. അതുകൂടാതെ എക്സ്റ്റേണൽ മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ OTG സപ്പോർട്ടിങ്ങും കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രാത്രി ഷൂട്ട് ചെയ്താൽ നല്ല ക്ലാരിറ്റിയാണ് വരുന്നത്. നൈറ്റ് മോഡ് ഓപ്ഷൻ ഇതിന് വളരെയധികം പവർഫുള്ളായി വരുന്നുണ്ട്. സാധാരണ ഫോണിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്ററായിട്ട് നൈറ്റ് മോഡ് ഓപ്ഷൻ ഇതിന് വരുന്നുണ്ട്. ഇതിൽ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇതിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരേ ടൈമിൽ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയും. ആ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അതായത് 48 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ വരുന്നുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ മൈക്രോ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ നാനോ ക്യാമറ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ സെൽഫിയാണ് വരുന്നത്. ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. പിന്നെ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. 5G നെറ്റ്വർക്കിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 5G സിം സപ്പോർട്ടിംഗ് ആണ് വരുന്നത്. 2 സിം ഇട്ടാലും ഒരുമിച്ച് 5G സപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ ഫോണിന് ഒരു സിമ്മേ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഇത് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. നൈറ്റ് മോഡൊക്കെ വളരെ സൂപ്പർ പിക്ചറാണ്. ഞാനിതിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക.